Blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ ആദ്യത്തെ എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. എനിക്കറിയാം ഇന്നത്തെ എപ്പിസോഡിൽ ദൈവം ഒത്തിരി വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് പോകുകയാണ്. എന്നാൽ അതിന് മുൻപായിട്ട് ഇന്നത്തെ നമ്മുടെ സാമ്പത്തിക സഹായികൾ എന്ന് പറയുന്നത് 3 പേരുണ്ട്. ഒന്നാമതായിട്ട് പാലാരിവട്ടത്തു നിന്ന് അജിത് ഏബ്രഹാം ആൻഡ് ഫാമിലി, അവരുടെ മകൾ ഹാനയുടെ ബർത്ത്ഡേ ആണെന്ന്. ഹാപ്പി ബർത്ത്ഡേ ഹാന. അപ്പോൾ തന്നെ രണ്ടാമതായിട്ട് ബീഹാറിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തി, മൂന്നാമതായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മറ്റൊരു വ്യക്തി. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അജിത് ഏബ്രഹാമിനും തൻ്റെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൾ ഹാനയുടെ ബർത്ത്ഡേ ആണല്ലോ കർത്താവെ, തന്നെ അനുഗ്രഹിക്കണമേ, മാനിക്കണമേ. തൻ്റെ ഭാര്യ ലീനയെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. അതുമാത്രമല്ല കർത്താവെ, അജിത്തും ലീനയും എല്ലാവരും ഒരുമിച്ച് ഒരു രാജ്യത്തിൽ തന്നെ ജീവിക്കുവാൻ കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബീഹാറിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ നടത്തുന്ന സ്കൂള് കർത്താവെ ഏറ്റവും നല്ല രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകൾ ഉണ്ടാകട്ടെ, വളർച്ച ഉണ്ടാകട്ടെ. ദൈവമേ, തിരുവനന്തപുരത്ത് നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അടുത്ത വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. USA കടന്നു പോകാനുള്ള എല്ലാ തടസ്സങ്ങളും മാറി എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേരുവാൻ അതിനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ എന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ചതിന് 3 സാമ്പത്തിക സഹായികളോടുമുള്ള പ്രത്യേകമായ നന്ദി ബ്ലെസ്സിംഗ് ടുഡേയുടെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനി വളരെ വേഗത്തിൽ ഇന്നത്തെ വിശേഷപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ബ്ലെസ്സിംഗ് ടുഡേ ഞങ്ങൾ എന്നും കാണാറുണ്ട്. യൂത്തിന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രോഗ്രാമാണ്. ചെറുപ്പക്കാർക്ക് ഏറ്റവും നല്ല രീതിയിൽ ഒരു വഴികാട്ടിയായിട്ട് ബ്രദർ ഡാമിയൻ്റെ മെസ്സേജ് ഉപകാരപ്പെടാറുണ്ട്. ഇപ്പോൾ ബ്രദർ ഡാമിയൻ നൽകിയ സന്ദേശത്തിന്റെ ഒരു ഭാഗം നിങ്ങളുടെ അനുഗ്രഹത്തിനായി. When some moments come to your life where you see all your eyes are focused on a little bottle of poison, a hook of rope or railway track, there's a time you can take off your eyes from such stuffs and look at the Lord Jesus. The Bible says those who looked into his eyes, their countenances were radiant. നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് വിഷക്കുപ്പിയിലേക്കോ കയറിലേക്കോ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിലേക്കോ നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കാൻ നോക്കി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ മുഖം ദൃഷ്ടി അവിടെ നിന്ന് മാറ്റി യേശുവിൻ്റെ കണ്ണുകളിലേക്ക്, ആ പ്രത്യാശ നൽകുന്നവൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയാൽ വചനം പറയുന്നു, അവൻ്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം പ്രകാശിച്ചു. കേട്ട് അനുഗ്രഹം പ്രാപിക്കുവിൻ. Today I'm going to talk about harvest and harvesters. ഇന്ന് ഞാൻ കൊയ്ത്തും കൊയ്ത്തുകാരും എന്നതിനെക്കുറിച്ച് പറയാൻ പോവുകയാണ്. Matthew chapter 9, മത്തായി 9-ാം അധ്യായം 35 through 38. 35 മുതൽ 38 വരെ. Jesus went through all the towns and villages, teaching in their synagogues, proclaiming the good news of the kingdom and healing every disease and sickness. യേശു അവരുടെ പള്ളികളിൽ ഉപദേശിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാവിധ വ്യാധികളും രോഗങ്ങളും സൗഖ്യമാക്കിയും കൊണ്ട് എല്ലാ പട്ടണങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും സഞ്ചരിച്ചു. When Jesus was living on earth, യേശു ഭൂമിയിലായിരുന്നപ്പോൾ he was not like some of us. നമ്മളെ ചിലരെ പോലെ ആയിരുന്നില്ല. He was not lazy. അവൻ അലസനായിരുന്നില്ല. He was so busy a man. അവൻ വളരെ തിരക്കേറിയ മനുഷ്യനായിരുന്നു. Every day he had something or other to do. എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം തനിക്ക് ചെയ്യാനുണ്ട്. No holiday, no weekly holiday. അവധി ദിവസങ്ങളില്ല. Every day he was traveling from one town to another, one village to another. എല്ലാ ദിവസവും ഒരു പട്ടണത്തിൽ നിന്നും അടുത്ത പട്ടണത്തിലേക്ക് ഗ്രാമം തോറും അവൻ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. Hallelujah. ഹല്ലേലൂയ. As a team they were moving. ഒരു ടീമായിട്ട് അവർ മുന്നേറിക്കൊണ്ടിരുന്നു. And he did 3 things according to this verse. ഈ വചനപ്രകാരം 3 കാര്യങ്ങളാണ് യേശു ചെയ്തത്. Take your finger. നിങ്ങളുടെ വിരലുകൾ എടുക്കാമോ? Everybody say teaching. പറയാ. 1 ഉപദേശം. Teaching. ഉപദേശിച്ചു. Second one, preaching. 2 പ്രസംഗിച്ചു. Number 3, healing. 3 സൗഖ്യമാക്കി. As somebody asked, what is the difference between teaching and preaching? ഒരാൾ ചോദിച്ചു, പഠിപ്പിക്കുന്നതും പ്രസംഗിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? He said, പറഞ്ഞു, teaching is in low volume, silently. പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പതുക്കെ സൗമ്യമായി ചെറിയ ശബ്ദത്തിൽ സംസാരിക്കുക. Preaching is shouting and screaming. പ്രസംഗിക്കുന്നതെന്ന് അലറി പ്രസംഗിക്കുക. That's not the difference. അതല്ല വ്യത്യാസം. Teaching is explaining.
പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വിശദീകരിക്കലാണ്. Write down. What is teaching? Teaching is explaining. എന്താണ് പഠിപ്പിക്കൽ? പഠിപ്പിക്കുക എന്നാൽ വിശദീകരിക്കലാണ്. When you teach, the students or the trainees can ask questions. നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക്, പരിശീലനം നേടുന്നവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും. They can clear their doubts. അവരുടെ സംശയങ്ങൾ നിവാരണം വരുത്താൻ കഴിയും. It's two-way communication. രണ്ട് രീതിയിൽ നടക്കുന്ന ആശയവിനിമയമാണത്. Hallelujah. ഹല്ലേലൂയ. But preaching is proclaiming. എന്നാൽ പ്രസംഗം എന്നത് പ്രഖ്യാപിക്കലാണ്. Hallelujah. ഹല്ലേലൂയ. When you proclaim or when you preach, you become a trumpet in the mouth of God. നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ, നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു കാഹളനാദമായി നിങ്ങൾ മാറുന്നു. We teach the truths of the kingdom. നമ്മൾ ദൈവരാജ്യത്തിന്റെ സത്യങ്ങൾ പഠിപ്പിക്കുന്നു. But we preach the good news. എന്നാൽ ആ ഗുഡ് ന്യൂസ്, സുവിശേഷം നമ്മൾ പ്രസംഗിക്കുന്നു. Preaching is for the general public. പുറത്തുള്ളവർക്ക് വേണ്ടിയാണ് പ്രസംഗം എന്നത്. Teaching is basically for the disciples. എന്നാൽ പഠിപ്പിക്കൽ എന്നത് പ്രത്യേകിച്ച് ശിഷ്യന്മാർക്കുള്ളതാണ്. So in the synagogues he taught people. സിനഗോഗുകളിൽ യേശു ജനത്തെ പഠിപ്പിച്ചു. But in public places he started to proclaim the good news. എന്നാൽ പൊതുസ്ഥലങ്ങളിൽ അവൻ സുവിശേഷം പ്രസംഗിച്ചു. So it's like a herald proclaiming the glad tidings of God. ഇതാ ഒരു ദൂതൻ ദൈവത്തിന്റെ സദ്വാർത്തകൾ പ്രഖ്യാപിക്കുന്നത് പോലെയായിരുന്നു അത്. Hallelujah. ഹല്ലേലൂയ. So everybody is teaching. പറഞ്ഞാലും പഠിപ്പിച്ചു, Then preaching. പ്രസംഗിച്ചു. One more thing. What is that? Healing. എന്താണ്? He did not stop there. സൗഖ്യമാക്കി. അവൻ അവിടെ നിർത്തിയില്ല. Hallelujah. ഹല്ലേലൂയ. What do you mean by healing? എന്താണ് സൗഖ്യം എന്നതിനെ കുറിച്ച് അർത്ഥമാക്കുന്നത്? A sick man needs healing. രോഗിക്കാണ് സൗഖ്യം ആവശ്യമുള്ളത്. If you are healthy and strong and sound in your physical body, there is no need of any healing. നിങ്ങളുടെ ശരീരം ആരോഗ്യത്തോടുകൂടി ദൃഢതയോടെ നിൽക്കുന്നെങ്കിൽ സൗഖ്യത്തിന്റെ ആവശ്യമില്ല. Can you say amen? ആമേൻ. Now, when Jesus healed the sick people, he was expressing the heart of the Father on earth. യേശു രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ താൻ സ്വർഗ്ഗത്തിലെ പിതാവിന്റെ ഹൃദയത്തെ ഭൂമിയിൽ പ്രകടമാക്കുകയായിരുന്നു. Exodus 15 verse number 26. പുറപ്പാട് പുസ്തകം 15:26. I believe the Lord says, I am the Lord that heals you. അവിടെ പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവാകുന്നു. In other words, in today's language, God is saying, I am your doctor. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കർത്താവ് പറയുകയാണ്, ഞാനാണ് നിന്റെ ഡോക്ടർ. Lift up your hands. നിങ്ങളുടെ കരങ്ങൾ Everybody ഉയർത്താമോ? say, Jesus Christ is my doctor. എല്ലാവരും പറയാമോ, യേശു കർത്താവാണ് എൻ്റെ ഡോക്ടർ. Can I tell you something? ഞാൻ പറയട്ടെ, Doctor Jesus Christ is here right now. ആ ഡോക്ടർ യേശു ഇന്ന് ഇവിടെയുണ്ട്. He's not MBBS FRCS London. ലണ്ടനിൽ നിന്നും MBBS FRCS എടുത്ത വ്യക്തിയല്ല അവൻ. He is the physician of all physicians. സകല വൈദ്യന്മാരുടെയും വൈദ്യനാണ് അവൻ. He is the ultimate healer. അവനാണ് ആത്യന്തികമായ സൗഖ്യം നൽകുന്നവൻ. Today he is standing here showing his back and he says, by my stripes you are healed. ഇന്ന് യേശു കർത്താവ് ഇവിടെ നിന്നുകൊണ്ട് അടികളേറ്റ തന്റെ മുതുക കാണിച്ചുകൊണ്ട് അവൻ പറയുകയാണ്, എന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു. I am your healer. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നവൻ. I am your family doctor. ഞാൻ നിന്റെ കുടുംബ ഡോക്ടറാണ്. I can heal your diseases. നിന്റെ രോഗങ്ങളെ സൗഖ്യമാക്കാൻ എനിക്ക് Not കഴിയും. only physical, emotional, mental, spiritual, solical, any kind of disease. Ailments I can heal you. നിന്റെ ശരീരത്തിനേറ്റ രോഗം മാത്രമല്ല, നിന്റെ മനസ്സിന്, നിന്റെ ആത്മാവിനേറ്റ രോഗങ്ങൾ, ക്ഷതങ്ങൾ സൗഖ്യമാക്കുവാൻ എനിക്ക് കഴിയും. Say hallelujah. ഹല്ലേലൂയ. Clap your hands for this great doctor. ഈ വലിയ ഡോക്ടറെ കരങ്ങളെ ചേർത്തടിച്ച് എല്ലാവരും ചേർന്ന് ആരാധിച്ചാലും. Because of this doctor we have hundreds and hundreds of miracles today, testimonies. ഇന്ന് ഈ ഡോക്ടർ മുഖാന്തരം നമുക്ക് നൂറുകണക്കിന് മിറക്കിൾസ് ടുഡേ സാക്ഷ്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. And some doctors, medical doctors in medical colleges and super specialty hospitals then say, we can do anything more. That is the time this doctor steps in. പല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ പല വിദഗ്ധന്മാരായ ഡോക്ടർമാർ ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതാ ഈ ഡോക്ടർ രംഗപ്രവേശനം നടത്തുകയാണ്. Man's extremity is God's opportunity. മനുഷ്യന്റെ അവസാനങ്ങൾ, എല്ലാ ശ്രമങ്ങളുടെയും അവസാനമാണ് യേശുവിന്റെ ദൈവത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്.
Say it again, please. മനുഷ്യന്റെ എല്ലാ കഴിവുകളും എല്ലാ ശ്രമങ്ങളും അവസാനിക്കുന്നിടത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്. ഇടത് കൈ ഇങ്ങനെ പിടിച്ച് എന്നിട്ട് പറ, മനുഷ്യൻ അവസാനിപ്പിക്കുമ്പോൾ മറ്റേ കൈ ദൈവം തുടങ്ങുന്നു. ദൈവം തുടങ്ങുന്നു. ഒന്നുകൂടെ. മനുഷ്യൻ അവസാനിപ്പിക്കുമ്പോൾ ദൈവം തുടങ്ങുന്നു. Man's sunset is God's sunrise. മനുഷ്യന്റെ സൂര്യ അസ്തമയങ്ങളാണ് ദൈവത്തിന്റെ ഉദയം എന്നത്. When everybody says we can't do anything more, we are human beings just like you, there is a time God takes that opportunity to do a miracle for you. എല്ലാ ആളുകളും പറയും ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യുവാനില്ല, ഞങ്ങളും നിങ്ങളെപ്പോലെ മനുഷ്യരാണ്, സാധാരണക്കാരല്ലേ ഞങ്ങൾ എന്ന് പറയുമ്പോഴാണ് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആരംഭിക്കുന്നത്. Dear brothers and sisters, can I tell you something today? സഹോദരി സഹോദരന്മാരെ, ഞാൻ പറയട്ടെ, The name of Jesus can also be spelled as HOPE. യേശുവിൻ്റെ പേര് HOPE എന്നും വായിക്കാം. മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുമോനെ? HOP, ഹോപ്പ്, പ്രത്യാശ എന്നാണ് അവന്റെ പേര്. യേശുവിൻ്റെ പേര് JESUS എന്നെഴുതുന്നതിന് പകരം HOP എന്ന് എഴുതിയാലും മതി. The name of Jesus is a synonym for hope. യേശുവിൻ്റെ പേര് പ്രത്യാശയ്ക്ക് ഒരു പര്യായമാണ്. If you are in a hopeless situation in any area, family life, financial life, or any area of your life, business, job, can I tell you something today? You can have a restart, a new beginning. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തകർന്നിരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ സാമ്പത്തികമാകാം, നിങ്ങളുടെ കുടുംബ ജീവിതമാകാം, നിങ്ങളുടെ ഔദ്യോഗിക ജീവിതമാകാം, ഇന്ന് യേശുവിൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കത്തിന് സാധ്യതയുണ്ട്. When some moments come to your life where you see all your eyes are focused on a little bottle of poison or just a hook of rope or railway track, can I tell you, there's a time you can take off your eyes from such stuffs and look at the Lord Jesus. The Bible says, those who looked into his eyes, their countenances were radiant. നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് വിഷക്കുപ്പിയിലേക്കോ കയറിലേക്കോ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിലേക്കോ നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കാൻ നോക്കി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ, നിങ്ങളുടെ മുഖം ദൃഷ്ടി അവിടെ നിന്ന് മാറ്റി യേശുവിൻ്റെ കണ്ണുകളിലേക്ക്, ആ പ്രത്യാശ നൽകുന്നവൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയാൽ, വചനം പറയുന്നു, അവൻ്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം പ്രകാശിച്ചു. Jesus is the hope for the hopeless. പ്രത്യാശയില്ലാത്തവർക്കുള്ള പ്രത്യാശയാണ് യേശു കർത്താവ്. From town to town, from village to village, Jesus was traveling in search of sinners and sick people. പട്ടണങ്ങൾ തോറും ഗ്രാമങ്ങൾ തോറും പാപികളെ തേടി, രോഗികളെ തേടി കർത്താവ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. I have come as a teacher. I have come as a proclaimer of the gospel. I have come as a healer for you. Any sinner, any sick man, come to me. I will heal you. I will save you. ഞാൻ നിങ്ങളെ ഉപദേശിക്കുവാൻ വന്നിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് സുവിശേഷം പ്രസംഗിക്കുവാൻ വന്നിരിക്കുന്നു, നിങ്ങളെ സൗഖ്യമാക്കുവാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. പാപികൾ ആരെങ്കിലും ഉണ്ടോ, രോഗികൾ ആരെങ്കിലും ഉണ്ടോ, എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ വിടുവിക്കാം. With wide open arms he is saying, come to me, I will heal you, I will give you rest. തുറന്ന കൈകളോടുകൂടി യേശു പറയുകയാണ്, എൻ്റെ അടുക്കൽ വരുവിൻ, എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കാം, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത നൽകാം. Say something please. ഉറക്കെ കർത്താവിനൊന്ന് സ്തുതിക്കുവാൻ തുടങ്ങിയാലും. Lift your hands and say, Jesus, I am coming to you. കരങ്ങൾ ഉയർത്തി പറഞ്ഞാലും, യേശുവേ ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. I want salvation and healing. എനിക്ക് രക്ഷ വേണം, എനിക്ക് സൗഖ്യം വേണം. Put your hands down. Verse number 36. When he saw the crowds, he had compassion on them, because they were harassed and helpless like sheep without a shepherd. 36 ജനക്കൂട്ടത്തെ കണ്ടിട്ട് യേശു അവരുടെ മനസ്സലിഞ്ഞു. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ അസ്വസ്ഥരും നിസ്സഹായരുമായിരുന്നു.
Because Jesus was looking at the crowds with a different eye. ഇതാ യേശു ജനക്കൂട്ടത്തെ വ്യത്യസ്തമായ കണ്ണുകളോടെ കൂടി കാണുകയാണ്. When Jesus sees the crowd, he is seeing through a different eye. യേശു ജനക്കൂട്ടത്തെ കാണുമ്പോൾ ഇതാ വ്യത്യസ്തമായ ഒരു കണ്ണിലൂടെയാണ് അവൻ കാണുന്നത്. When he saw the crowd, he had compassion and love. അവൻ ആ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് സ്നേഹവും മനസ്സലിവും ഉണ്ടായി. Matthew chapter 14 verse number 14 says, മത്തായി 14:14, when Jesus saw the crowds, he had compassion and love for them and healed their sick. യേശു ജനക്കൂട്ടത്തെ കണ്ട് സ്നേഹവും മനസ്സലിവും നിറഞ്ഞ് അവരിലെ രോഗികളെ സൗഖ്യമാക്കി. And he saw them as the sheep without a shepherd. ഇടയനില്ലാത്ത ആടുകളെ പോലെ അവരെ കണ്ടു. Unsaved people are lost sheep. രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ആളുകൾ നഷ്ടപ്പെട്ടു പോയ ആട്ടിൻകൂട്ടമാണ്. They have no shepherd. അവർക്ക് ഇടയനില്ല. A sheep is called an intensive care animal. ഏറ്റവും അതിതീവ്ര പരിചരണം ആവശ്യമുള്ള ഒരു മൃഗമാണ് ആടെന്നത്. A sheep is not like a cow or a buffalo. ഒരു കാളയെ പോലെയോ പശുവിനെ പോലെ അല്ല ഒരു ആട്ടിൻകുട്ടി. It is not the way you raise a horse that you have to raise sheep. ഒരു കുതിരയെ വളർത്തുന്നത് പോലെയല്ല ഒരു ആട്ടിൻകുഞ്ഞിനെ വളർത്തേണ്ടത്. Sheep are they need intensive care from a shepherd. ഒരു ഇടയിൽ നിന്നും അതിതീവ്ര പരിചരണം സംരക്ഷണം ആവശ്യമുള്ള ഒരു ജീവിയാണ്. They are very, very sensitive. അവർ വളരെ സെൻസിറ്റീവ് ആണ്. Easily hurt. പെട്ടെന്ന് മുറിവേൽക്കുന്നവരാണ്. Easily destroyed. പെട്ടെന്ന് നശിക്കപ്പെട്ടു പോകുന്നവരാണ്. God sees human beings as sheep without a shepherd. ഇതാ ഈ ജനക്കൂട്ടത്തെ ദൈവം ഇതാ ഇടയനില്ലാത്ത ആടുകളെ പോലെ കണ്ടു. Look at me please. നോക്കിയാലും, do you have a shepherd? നിങ്ങൾക്കൊരു ഇടയനുണ്ടോ? John chapter 10, Jesus says, I am the good shepherd. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. Why am I the good shepherd? എന്തുകൊണ്ടാണ് ഞാൻ നല്ല ഇടയൻ? Number 1, I give my life for my sheep. ഒന്ന്, ഞാൻ എൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. I call them by their name. ഞാൻ അവരെ പേര് ചൊല്ലി വിളിക്കുന്നു. I take them to the pastures. ഞാൻ പച്ചപ്പുൽ മേടുകളിലേക്ക് അവരെ നയിക്കുന്നു. To the still waters. സ്വച്ഛമായ വെള്ളത്തിലേക്ക് അവരെ നയിക്കുന്നു. I care for them. ഞാൻ അവരെ സ്നേഹിക്കുന്നു, കരുതുന്നു. When they come to me, no one can snatch them out of my hands. അവരെന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ ആർക്കും എൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചു പറിക്കാൻ സാധ്യമല്ല. Sometimes thieves will come, robbers will come to steal away my sheep, but I will never let them go because I have given my life for them. I gave my lifeblood for them. They are so precious to me. പലപ്പോഴും കൊള്ളക്കാരും കവർച്ചക്കാരും ഈ ആടുകളെ മോഷ്ടിക്കാനായി വരും. പക്ഷെ ഞാൻ അവയെ വിട്ടുകൊടുക്കുകയില്ല. കാരണം എന്റെ ജീവരക്തം കൊടുത്ത് വിലക്ക് വാങ്ങിയവരാണ്, പേര് ചൊല്ലി വിളിച്ചവരാണ് ഇവർ. ഇവരെ ഞാൻ വിട്ടുകൊടുക്കില്ല. I am the good shepherd. ഞാൻ അത്രേ നല്ല ഇടയൻ. Hear my voice, follow me, you will have eternal life. എന്റെ ശബ്ദം കേട്ട് എന്നെ അനുഗമിക്കുവിൻ, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകും. നല്ല വ്യക്തികളിൽ നിന്ന് നല്ല സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു നല്ല സമൂഹത്തിൽ നിന്നാണ് നല്ല രാഷ്ട്രങ്ങളും ജനതകളും ഉളവാകുന്നത്. ഒരു നല്ല വ്യക്തിയായി തീരുവാൻ നമുക്കാവശ്യമായത് ഒരു മാറ്റമാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെയും വിടുതലിന്റെയും പ്രകാശമാനമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ആ മാറ്റത്തിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഡെലിവറൻസ് ക്ലിനിക് കൊല്ലം. ജൂൺ 20-21 തീയതികളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണി വരെ CSI കൺവെൻഷൻ സെന്റർ, കാരവാൻ സ്കൂൾ, QS റോഡ്, ചിന്നക്കട, നിയർ കൊല്ലം ബ്ലെസ്സിംഗ് സെന്റർ. ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുവാൻ വിളിക്കുക 8111996002. ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി ഡാമിയൻ ബ്രദർ ഇങ്ങനെ പറഞ്ഞു, തനിക്ക് കേരളത്തിൽ നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, ആ ജോലി വിട്ടു, പെട്ടെന്നൊരു ജോലി കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ ആ ജോലി കളഞ്ഞു. പക്ഷേ ഇതുവരെ ഒന്നും ആകാതെ വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി യേശു കർത്താവ് അവസരങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ആ ജോലി നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്ന് ഡാമിയൻ ബ്രദർ TV പ്രോഗ്രാമിലൂടെ വിളിച്ചു പറഞ്ഞു. ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യം കാണാവുന്നതാണ്. താനൊരു നേഴ്സാണ്. താൻ ഇവിടെ കേരളത്തിൽ 2014 വരെ താൻ കേരളത്തിലാണ് താൻ ജോലി ചെയ്തിരുന്നത്.
തൻ്റെ ഭർത്താവിന് ഗൾഫിലാണ് ജോലി. ഗൾഫിൽ ഒമാനിലാണ് തൻ്റെ ഭർത്താവിന് ജോലി. അപ്പോൾ തനിക്ക് ഒരുമിച്ച് ജോലി ചെയ്യുവാനും ജീവിക്കുവാനും വേണ്ടിയിട്ട് തനിക്ക് ഗൾഫിൽ ഒമാനിൽ തന്നെ ഒരു ജോലി ലഭിക്കണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു തനിക്ക്. താൻ അതിനുവേണ്ടി ഒത്തിരി ട്രൈ ചെയ്തു, പക്ഷേ നടന്നില്ല. ഒരു തവണ 2014 തന്നെ ഒരു തവണ തനിക്ക് തൊട്ടടുത്ത് നിന്നുള്ള വേറൊരു സ്ഥലത്ത് നിന്ന് ഒരു ഇൻ്റർവ്യൂവിന് കാർഡ് വന്നു. ഇൻ്റർവ്യൂവിന് അവിടെ താൻ അറ്റൻഡ് ചെയ്തു, പക്ഷേ ഓറലിന് താൻ തോറ്റുപോയി. അതുകൊണ്ട് ആ ചാൻസും ക്യാൻസലായി. അങ്ങനെ വളരെ വിഷമിച്ചിരിക്കുമായിരുന്നു. പക്ഷേ ആ സമയത്തെല്ലാം താൻ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 2015 ജനുവരി മാസത്തിൽ, അതുവരെ തനിക്ക് ഈ കേരളത്തിൽ തന്നെയുള്ള വളരെ പ്രമുഖമായ ഒരു ഹോസ്പിറ്റലിൽ താൻ ഒരു നഴ്സായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. തൻ്റെ ഭർത്താവ് ജോലി ചെയ്യുന്ന കമ്പനിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിൽ ഒരു നഴ്സിൻ്റെ ഒഴിവ് വന്നപ്പോൾ ഭർത്താവ് മുഖാന്തരം തനിക്കൊരു അവസരം ലഭിച്ചു. അതിൻ്റെ ഇൻ്റർവ്യൂവിന് പോകുവാൻ വേണ്ടി മുന്നമേ തന്നെ ആ ഹോസ്പിറ്റലിൽ നിന്നും താൻ രാജിവെച്ചു. താൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് രാജിവെച്ചു. പക്ഷേ ഇൻ്റർവ്യൂവിന് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ചില ദിവസങ്ങൾ അങ്ങനെ നീണ്ടുപോയി. അപ്പോൾ ഉണ്ടായിരുന്ന ജോലി നിർത്തി. പക്ഷേ ഇപ്പോഴത്തെ പോകാമെന്ന് പറഞ്ഞ ജോലിക്ക് അതിൻ്റെ ഇൻ്റർവ്യൂ ഒന്നും വന്നുമില്ല. അങ്ങനെ താൻ ഇരിക്കുമ്പോഴാണ് താൻ ഒരു ദിവസം ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഡാമിയൻ ബ്രദർ ഇങ്ങനെ പറഞ്ഞു, തനിക്ക് കേരളത്തിൽ നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, ആ ജോലി വിട്ടു. പെട്ടെന്നൊരു ജോലി കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ ആ ജോലി കളഞ്ഞു. പക്ഷേ ഇതുവരെ ഒന്നും ആകാതെ വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി യേശു കർത്താവ് അവസരങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ആ ജോലി നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്ന് ഡാമിയൻ ബ്രദർ TV പ്രോഗ്രാമിലൂടെ വിളിച്ചു പറഞ്ഞു. ഈ സഹോദരി പറഞ്ഞത് അതെനിക്ക് വേണ്ടിയിട്ടാണല്ലോ പറയുന്നതെന്ന് താൻ വിശ്വാസത്തോടെ ഏറ്റെടുത്തു. അതിനുശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തൻ്റെ ആ ജോലിക്കുള്ള ആവശ്യങ്ങൾ നടക്കുകയും തൻ്റെ ഭർത്താവിൻ്റെ തൊട്ടടുത്തുള്ള ആ ഹോസ്പിറ്റലിൽ തനിക്ക് ജോലി ലഭിക്കുകയും ചെയ്തു. കഴിഞ്ഞ 2 വർഷമായി താൻ ഭർത്താവിൻ്റെ കൂടെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ താൻ ലീവിനാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ വന്നപ്പോൾ പല അവസരങ്ങളിലും സാക്ഷ്യം പറയാൻ വേണ്ടി നോക്കി, പക്ഷെ അന്നൊന്നും നടന്നില്ല. പക്ഷെ ഇന്ന് ഇതിനു വേണ്ടി മാത്രം താൻ ഇവിടെ വന്നതാണ്. ആ സമയത്ത് എന്താ സഹോദരിക്ക് തോന്നിയത് അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ TV പ്രോഗ്രാം? എനിക്ക് തോന്നി ഇത് എനിക്ക് വേണ്ടി എന്നെക്കുറിച്ചാണല്ലോ പറയുന്നത്, അതുകൊണ്ട് ഞാനത് വിശ്വസിച്ച് ഏറ്റെടുത്തു. എൻ്റെ ദൈവം എന്നെ കണ്ടിട്ടുണ്ട്, എന്തായാലും എനിക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കുന്നു ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അതിനുശേഷം എത്ര നാളുകൾക്കുള്ള എല്ലാ കാര്യങ്ങളും? അതിന് ദിവസം 1 മാസത്തിനുള്ളിൽ മാർച്ച് 6-ാം തീയതി, ജനുവരി ലാസ്റ്റ് ആയിരുന്നു, മാർച്ച് 6-ാം തീയതി എനിക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റി. ഹോസ്പിറ്റലിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി. ജനുവരി അവസാന ആഴ്ചകളിലാണ് താൻ ഈ പ്രോഗ്രാം കണ്ട് ഇത് പറഞ്ഞത്. മാർച്ച് ആദ്യത്തെ ആഴ്ച തന്നെ 1 മാസത്തിൻ്റെ ഇടയിൽ തന്നെ ജോലി റെഡിയായി താൻ മസ്കറ്റിൽ പോയി താൻ അവിടെ ജോലി ചെയ്തു. ഇന്ന് ലീവിന് വന്നിരിക്കുകയാണ്. കർത്താവിനോട് നല്ലൊരു കൈയടി കൊടുക്കാമോ? കർത്താവ് വലിയൊരു അത്ഭുതമാണ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ ചെയ്തത്. ഇപ്പോൾ കേട്ട ദൈവിക സന്ദേശത്തിൻ പ്രകാരം, അത്ഭുത സാക്ഷ്യം പ്രകാരം നിങ്ങളുടെ ജീവിതത്തിലും ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. വരൂ, നമുക്ക് വിശ്വാസത്തോടെ അത്ഭുതത്തിനായി പ്രാർത്ഥിക്കാം. ഇനി പ്രാർത്ഥനയുടെ സമയമാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് വിശ്വാസത്തോടുകൂടെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഉറച്ച ഒരു മറുപടി നിങ്ങൾക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് നിശ്ചയമായിട്ടും ഉറപ്പുണ്ട്. അതുകൊണ്ട് കണ്ണുകൾ അടച്ച് ചേർന്ന് ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, കർത്താവെ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തകർച്ചയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്തരം തകർച്ചകൾ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. കർത്താവെ, ദൈവിക സമാധാനം അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, അവരുടെ കുടുംബ ജീവിതത്തിൽ, അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഒക്കെയും ദൈവിക സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുമാത്രമല്ല കർത്താവെ, വല്ലാത്ത പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴന്നിട്ട് കർത്താവെ പുറത്തേക്ക് കടക്കുവാൻ വയ്യാത്ത വിധത്തിൽ ഊരാക്കുടക്ക് പോലുള്ള പ്രശ്നങ്ങളിൽപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികൾ, കർത്താവെ, ആ കുരുക്കുകൾ അങ്ങ് അഴിക്കണമേ കർത്താവെ. അങ്ങയുടെ കൈകൾ കൊണ്ട് തന്നെ ആ കുരുക്കുകളെ അങ്ങ് അഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിധത്തിൽ, അതിശയകരമായ വിധത്തിൽ ആ കുരുക്കുകൾ അഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവെ. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തന്നെ രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൗത്ത് അൾസർ ഈ സമയത്ത്
വിടുതൽ സംഭവിക്കട്ടെ. അത്ഭുതകരമായ വിടുതൽ ഈ സമയത്ത് വായ്ക്കകത്ത് കർത്താവ് നൽകുകയാണ്. വായ്ക്കകത്ത് കുരുക്കൾ വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ രക്തം നിങ്ങളുടെ വായ്ക്കകത്ത് ഞാനിപ്പോൾ പുരട്ടി പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ രക്തത്താൽ ഇപ്പോൾ തന്നെ ആ വ്യക്തികൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭാശയത്തിനകത്തുള്ള ചില തകരാറുകൾ, ഒരു പക്ഷേ ഗർഭാശയത്തിനകത്തുള്ള മറ്റ് വല്ലാത്ത ബ്ലീഡിംഗ് ഉള്ള ചില വ്യക്തികളായിരിക്കാം, ഇപ്പോൾ സൗഖ്യമാവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് യേശുവേ എന്ന് വിളിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാനായി തുടങ്ങിയാലും കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതകരമായ വിടുതൽ കർത്താവ് അവരുടെ ഗർഭാശയത്തിനകത്ത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ വിടുതൽ നടക്കട്ടെ കർത്താവെ. മാറ്റങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലിൻ്റെ അസ്ഥികൾക്കുള്ള ചില തേയ്മാനങ്ങൾ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. യേശുവിൻ നാമത്തിൽ ഈ സമയത്ത് അത് പരിപൂർണമായി സൗഖ്യമാക്കട്ടെ. എപ്പിലെപ്സി, അപസ്മാരത്തിൻ്റെ അസുഖമുള്ള ആരെങ്കിലും ഇപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളിൽ ആർക്കെങ്കിലും അപസ്മാരത്തിൻ്റെ അസുഖമുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും അത്ഭുതകരമായ സൗഖ്യം ഈ സമയത്ത് കർത്താവ് നൽകുന്നതായി ഞാൻ കാണുന്നു. വീണ എന്ന് പറയുന്ന ഒരു പേര് കർത്താവിനെ കാണിക്കുന്നുണ്ട്. വീണ എന്ന് പറയുന്ന ഒരു വ്യക്തി, നിങ്ങളുടെ തലയ്ക്ക് എപ്പോഴും വല്ലാത്ത പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. തലവേദന മാത്രമല്ല, എപ്പോഴും വോമിറ്റിംഗ്, നിങ്ങൾക്ക് തല ഉയർത്താൻ സാധിക്കാത്ത വിധത്തിൽ എപ്പോഴും കിടക്കേണ്ടി വരുന്നത് പോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുകയാണ്. സത്യത്തിൽ ഇതിനെല്ലാത്തിൻ്റെയും കാരണം ഡോക്ടേഴ്സ് പറയുന്ന കൊച്ചു കാരണങ്ങളാണ്. പക്ഷെ നിങ്ങൾ അനുഭവിക്കുന്ന വേദന വളരെ വലിയ വേദനയാണ്. ഇപ്പോൾ വീണ, കർത്താവ് നിന്നെ സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ ശക്തി ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ വന്നു ചേർന്ന് പരിപൂർണ സൗഖ്യം ഈ സമയത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. താങ്ക് യു ലോർഡ്. ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട എല്ലാവരെയും ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ ഏതാണെങ്കിലും ദൈവമേ അത്ഭുതങ്ങൾ അവരുടെ ആവശ്യങ്ങളുടെ മുഖത്ത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതലുകൾ സംഭവിക്കട്ടെ കർത്താവേ. പുതിയ ചില സംരംഭത്തിന് കാലെടുത്ത് വെച്ചിരിക്കുന്ന ചിലരെ അങ്ങ് അനുഗ്രഹിക്കണമേ. അത് കർത്താവെ ഏറ്റവും വിജയകരമായി കർത്താവെ തീരുവാൻ തക്ക വിധത്തിൽ അങ്ങ് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് വീക്ഷിച്ചതിന് പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. എനിക്കറിയാം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ, അതുപോലെ വലിയ നന്മകൾ കർത്താവ് പകർന്നിരിക്കുന്ന ദിവസമാണ്. ഈ ദിവസം ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഈ ആത്മീക ഉത്തേജനവുമായിട്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ദിവസത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കർത്താവിൻ്റെ കൂടുതൽ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നാളത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത്. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.